ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന വിഷയത്തെ പറ്റിയാണ്. സംഖ്യയുടെ പുസ്തകം 21 അധ്യായം, അവിടെ നമ്മൾ കാണുകയാണ് ഇസ്രായേൽ ജനം മുന്നോട്ട് പോവുകയാണ് മരുഭൂമിയിലൂടെ. കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്രയാണ്. മരുഭൂമി കണ്ടിട്ടുള്ളവർക്കറിയാം, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായ അനുഭവമാണ്. ഈ സംഖ്യയുടെ പുസ്തകം 21 അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ഏതാണ്ട് 40 വർഷം അടുക്കാറായ സമയത്തുണ്ടാകുന്ന സംഭവങ്ങളാണ്. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തിൻ്റെ അടുത്തുവരെ കൊണ്ടുവന്നു. അതായത് ജോർദാൻ നദിയുടെ തീരത്ത് കൊണ്ടുവന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, ജോർദാൻ നദി കടന്ന് നിങ്ങൾ ചെന്ന് കാനാൻ ദേശം അവകാശപ്പെടുത്തിക്കൊള്ളുക. ഈ സമയത്താണ് ഇവർ മല്ലന്മാരെ കണ്ടിട്ട് ഭയന്നോടുന്നത്. ഇവർ സ്പൈകളെ വിടുകയാണ്, ചാരന്മാരെ വിടുകയാണ്. ചാരന്മാർ വന്ന് അവിടെയുള്ള ആളുകളുടെ പൊക്കവും വണ്ണവും ഉയരവുമൊക്കെ വിവരിച്ച് പറഞ്ഞപ്പോൾ ജോഷുവയും കാലെബും ഒഴിച്ച് ബാക്കി എല്ലാ സ്പൈകളും എല്ലാ ചാരന്മാരും നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് നമുക്കൊരിക്കലും അവരെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. ഇത് കേട്ടപ്പോൾ ജനങ്ങളെല്ലാം ഉച്ചസ്വരത്തിൽ നിലവിളിക്കുകയും ഈ കാലെബിനെയും ജോഷുവയെയും കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വരെ അവർ തീരുമാനമെടുക്കുകയാണ്. അവസാനം എന്തുണ്ടായെന്നറിയാമോ? കാനാൻ ദേശം അവകാശപ്പെടുത്താതെ അവിശ്വാസ നിമിത്തം അവർ പുറകോട്ട് മാറി നിന്നു. വലിയവനായ ദൈവത്തെ അവർ സംശയിച്ചു. ചെങ്കടൽ പിളർന്നു കൊടുത്ത ദൈവത്തെ അവർ സംശയിച്ചു. ദൈവം തൻ്റെ കരം നീട്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് അവർ മറന്നു കളഞ്ഞു. ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ആ തലമുറയെ മരുഭൂമിയിൽ തന്നെ ചുറ്റിക്കറങ്ങാനായിട്ട് വിട്ടുകളഞ്ഞു. പിന്നീടുള്ള 38 വർഷക്കാലം പ്രിയപ്പെട്ടവരെ മരുഭൂമിയിലൂടെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കുകയാണ്. പോയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തുന്നു. കറങ്ങി 38 വർഷങ്ങൾ കറങ്ങി ആ തലമുറ അവസാനിക്കുകയാണ്. ഒടുവിൽ ജോഷുവയും കാലെബും അടുത്ത തലമുറയുമാണ് കാനാൻ ദേശം അവകാശപ്പെടുന്നത്. സംഖ്യയുടെ പുസ്തകം 21 അധ്യായത്തിലെ സംഭവം എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെ അനേക വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ജനം മടുത്തു പോവുകയാണ്. ഈ സമയത്ത് അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കുകയാണ്. ദൈവത്തെ അവർ ചോദ്യം ചെയ്യുകയാണ്. ദൈവത്തെ അവർ ചീത്ത വിളിക്കുകയാണ്. ദൈവത്തിനെതിരെ അവർ ഉച്ചസ്വരത്തിൽ ആക്രോശിക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായിട്ട് പിറുപിറുക്കുകയാണ്. നമ്മൾ സംഖ്യയുടെ പുസ്തകം 21 അധ്യായം 5 വാക്യത്തിൽ കാണുന്നു, ഈ വിലകെട്ട മന്ന തിന്ന് ഞങ്ങൾ മടുത്തു. വിലകെട്ട മന്ന എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും വർഷം ആകാശത്ത് നിന്ന് ഓരോ പ്രഭാതത്തിലും തേനിൻ്റെ രുചിയുള്ള മന്ന സ്വർഗത്തിലെ പിതാവ് അവർക്ക് വേണ്ടി വർഷിച്ചു കൊടുത്തിരുന്നു. ഓരോ പ്രഭാതത്തിലും അവരത് പെറുക്കണമായിരുന്നു. അവരതുകൊണ്ട് ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കി ഭക്ഷിച്ചു. അവർക്കൊരു രോഗങ്ങളും ഉണ്ടായില്ല. അത്രമാത്രം പോഷകങ്ങളും വിറ്റാമിനുകളും നൽകുന്ന ഏറ്റവും സമ്പൂർണ്ണത നിറഞ്ഞ ആ മനോഹരമായ സ്വർഗത്തിൻ്റെ അപ്പം ദൈവം അവർക്ക് കൊടുത്തു, അവരെ പരിപാലിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ അവർ പറയുകയാണ് ഈ വിലകെട്ട അപ്പമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം സൃഷ്ടിച്ച ശുദ്ധവായു മൂക്കിൽ കൂടെ വലിച്ചു കയറ്റിയിട്ട് ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികൾ, ദൈവം സൃഷ്ടിച്ച നെല്ല്, ദൈവം സൃഷ്ടിച്ച ഗോതമ്പ്, ഇതൊക്കെ മൂക്കറ്റം അടിച്ചുവിട്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 1-2 പ്ലേറ്റ് ആഹാരം കഴിച്ചിട്ട് രാത്രിയിൽ ലേഖനം എഴുതുകയാണ് ദൈവമില്ല. നിരീശ്വരവാദികൾ ചെയ്യുന്നത് ഇത് തന്നെ. ദൈവം സൃഷ്ടിച്ച വെണ്ടയ്ക്കായും പാവയ്ക്കായും പച്ചക്കറിയും ചിക്കനും മട്ടണും എല്ലാം വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം ആളുകളെ പഠിപ്പിക്കുകയാണ് ദൈവമില്ല. ഇത് തന്നെയാണ് നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിലും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്ത മുഴുവൻ അനുഗ്രഹങ്ങളും സ്വന്തമാക്കിയതിന് ശേഷം ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ, ദൈവം കൊടുത്തതിനെ വിലകെട്ടതായി കാണുന്ന അവസ്ഥ, ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. രണ്ടാമതായി, അവർ ദൈവത്തെ കള്ളനാക്കുകയാണ്. ദൈവം കള്ളം പറയുന്നവനാക്കുകയാണ്. ദൈവം അവരെ കാനാൻ ദേശത്ത് എത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനത്തെ
അവർ വിശ്വസിക്കുന്നേയില്ല. അവർ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ നീ ഞങ്ങളെ എന്തിനു വേണ്ടി ഇവിടെ കൊണ്ടുവന്നു? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം പറയുന്നു, സകല മനുഷ്യരും കള്ളം പറയുന്നവനാണെങ്കിലും ദൈവം സത്യവാനാണ്. സകല മനുഷ്യരും വ്യാജം പറയുന്നവരാണെങ്കിലും ദൈവം സത്യവാനാണ്. സത്യം മാത്രമായ ദൈവത്തെ അവർ കള്ളനെന്ന് വിശേഷിപ്പിക്കുകയാണ്. കാരണം ദൈവം ഞങ്ങളെ വഞ്ചിക്കാനും ചതിക്കാനും വേണ്ടിയിട്ടാണ് മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവർ ദൈവത്തിനെതിരെ പെറുപെറുത്തു. ദൈവശക്തിയെ അവർ മറന്നു കളഞ്ഞു. ചെങ്കടലിന്റെ മുകളിൽ വലിയ കാറ്റ് വീശി രണ്ടായി പിളർന്ന് അവരെ മധ്യത്തിലൂടെ റോഡ് വെട്ടി കൊണ്ടുപോയ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. മാത്രമല്ല, ദൈവം എന്താണ് ചെയ്തതെന്ന് അവർ മറന്നു കളഞ്ഞു. അവർ സത്യത്തിൽ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? അടിമകളായിരുന്നു. അടിമകളെന്ന് പറഞ്ഞാൽ പേര് പോലും ഇല്ലാത്തവർ. നമ്പർ 38 നമ്പർ 42 ഒക്കെ വിളിക്കുമ്പോൾ വന്നോണം. സ്വന്തം ഭാര്യയെ എപ്പോൾ വേണമെങ്കിലും മുതലാളി പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ. ഒന്നിനും ഒരു വിലയില്ലാത്ത അവസ്ഥ. മക്കൾ ജനിച്ചു വീണാൽ മക്കൾ സ്വാഭാവികമായി തന്നെ അടിമകളായിത്തീരുന്ന അവസ്ഥ. കാലിൽ ചങ്ങല, കൈകളിൽ ചങ്ങല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, എന്തെങ്കിലും കിട്ടിയാലായി. അങ്ങനെ 430 വർഷക്കാലം അടിമകളായി, അഡ്രസ് ഇല്ലാത്തവരായി, പേരില്ലാത്തവരായി, അഭിമാനമില്ലാത്തവരായി, ഒന്നിനും കൊള്ളാത്തവരായി തീർന്ന് കഴിഞ്ഞ ഒരു ജനത്തെ തൻ്റെ ശക്തമായ കരം നീട്ടി മഹാമാരികളയച്ച് അത്ഭുതം ചെയ്ത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവർക്ക് സീനായ് മലയിൽ വെച്ച് കൽപ്പനകൾ കൊടുത്ത വലിയവനായ ദൈവം അവർക്ക് ചെയ്തു കൊടുത്തത് എന്താണെന്ന് അവർ മറന്നു കളഞ്ഞു. നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം ജനമായി കാണുന്നുവെന്ന് അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അവർക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത ദൈവത്തെ, അവർക്കൊരു പേരുണ്ടാക്കി കൊടുത്ത ദൈവത്തെ, അവരോടുകൂടെ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും നടന്ന ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. പാറ പിളർന്ന് ജലമൊഴുക്കിയ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. കാടപ്പക്ഷികളെ കൊടുത്ത ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അഗ്നിസ്തംഭത്തിൻ്റെ അഭിഷേകം രാത്രിയിൽ നൽകി വഴി നടത്തിയ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. പരിപാലിച്ച ദൈവത്തെ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരുടെ വസ്ത്രം കീറിപ്പോയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 വർഷക്കാലം ചെരുപ്പ് തേഞ്ഞു പോയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 5 വയസ്സുള്ള ഒരു കുട്ടി ഒരു കുഞ്ഞ് ചെരുപ്പും ഇട്ടുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. 40 വർഷം മരുഭൂമിയിലൂടെ പോയപ്പോൾ അവന് വയസ്സ് 45. അവൻ വളർന്നു, അവൻ്റെ പാദം വളർന്നു, അവൻ്റെ ചെരുപ്പ് വളർന്നു. എന്തൊരു അത്ഭുതമാണിത്! അത്ഭുത പ്രവർത്തന വരത്തിലൂടെ ദൈവം ചെരുപ്പിൻ്റെ വലിപ്പം കൂട്ടി. ചെരുപ്പ് തേഞ്ഞു പോയില്ല, വസ്ത്രം കീറിപ്പോയില്ല. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു കുഞ്ഞുടുപ്പും ഇട്ടുകൊണ്ടാണ് അവൻ ഇറങ്ങിയത്. അവൻ വളരുന്നതനുസരിച്ച് അവൻ്റെ ഉടുപ്പുകൾ ഓരോ ദിവസവും ബാഗ് തുറക്കുമ്പോൾ, സഞ്ചി തുറക്കുമ്പോൾ അവൻ്റെ ഉടുപ്പുകളും വലുതായിക്കൊണ്ടിരുന്നു. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ദൈവം ചെയ്തിട്ടില്ലാത്ത വണ്ണം ദൈവം തൻ്റെ അത്ഭുതകരമായ കരം നീട്ടി യഹോവയായി ഇറങ്ങി വന്നുകൊണ്ട് ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം അവരുടെ കൂടെ നടന്നതിനെ അവർ ഒരു വിലയും കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തിനെതിരെ പെറുപെറുത്തു. ദൈവത്തിൻ്റെ ഹൃദയത്തെ അത് വേദനിപ്പിച്ചു. ഇസ്രായേൽ പാപം ചെയ്തു, ദൈവജനം പാപം ചെയ്തു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ദിവസം പെറുപെറുത്തപ്പോൾ ദൈവം ദേഷ്യപ്പെട്ടുവെന്ന്. ഒറ്റ പ്രാവശ്യം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൺട്രോൾ പോയെന്നൊന്നും ആരും വിചാരിക്കരുത്. ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കാണാം, അവർ ദൈവത്തെ തുടർച്ചയായി പ്രകോപിപ്പിച്ചു. 1-2 ദിവസങ്ങളല്ല, ആഴ്ചകളോളം, മാസങ്ങളോളം അവർ ദൈവത്തെ ചോദ്യം ചെയ്തു, ദൈവത്തിനെതിരെ പെറുപെറുത്തു. ഒടുവിൽ ദൈവം തീരുമാനമെടുക്കുകയാണ്. ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ന്യായവിധി നടപ്പിലാക്കുക, ഒരു ശിക്ഷ കൊടുക്കുക. ദൈവം തീരുമാനമെടുക്കുകയാണ്. ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ചുവെന്നാണ് വചനത്തിൽ പറയുന്നത്. തീപ്പാമ്പുകൾ, ആഗ്നേയ സർപ്പങ്ങൾ, ഇതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒന്ന്, ഇത് മരുഭൂമിയിൽ കാണുന്ന തിളക്കമുള്ള അണലിപ്പാമ്പിനെ പോലിരിക്കുന്ന ഒരു തരം സർപ്പങ്ങളാണ്. രണ്ടാമത്തെ അർത്ഥം ഇതാണ്, ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ നല്ല വേദനയാണ്. തീപ്പൊള്ളലേറ്റതുപോലത്തെ വേദന അനുഭവപ്പെടും. കടികൊണ്ട ഭാഗത്ത് നീര് വരും, ചുവപ്പ് നിറമുണ്ടാകും, പതുക്കെ പതുക്കെ ഛർദിലുണ്ടാകും, ഓക്കാനമുണ്ടാകും, വയറ്റിൽ നല്ല വേദന അനുഭവപ്പെടും, തലവേദനയുണ്ടാകും, മൂക്കിൽ കൂടെയും വായിൽ കൂടെയും രക്തം വരാൻ തുടങ്ങും, കിഡ്നിയുടെയും ലിവറിൻ്റെയും പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഒടുവിൽ പതുക്കെ 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 ഈ രോഗി മരിക്കുകയാണ്. കടികൊണ്ട് ഉടനെ ഒരാളും മരിക്കുന്നില്ല.
വലിയ വേദന സഹിച്ച് പതുക്കെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി, തലച്ചോറിലും ആന്തരിക അവയവങ്ങളിലും രക്തസ്രാവമുണ്ടായി, രോഗി മരിക്കുന്ന തരത്തിലുള്ള കടിക്കുന്ന വിധം പാമ്പുകൾ മരുഭൂമികളിലുണ്ട്. ഈ പാമ്പിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ആഗ്നേയ സർപ്പങ്ങൾ. ഇത് പാപത്തിൻ്റെ പ്രവർത്തനത്തെ കാണിക്കുന്നു. പാപത്തിന് നമ്മൾ വാതിൽ തുറന്നു കൊടുത്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം പൗലോസ്ലീഹായുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, നെവർ ഗിവ് പ്ലേസ് ടു ദ ഡെവിൾ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്, സാത്താന് നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കരുത്. തുറന്നു കൊടുത്താൽ അവൻ തകർത്ത് തരിപ്പണമാക്കി കളയും. ഒറ്റടിക്കൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഈ പാമ്പ് കടിച്ചാലെന്നതുപോലെ പതുക്കെ അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ പൊന്നു ബ്രദറെ, ഒന്ന് പെറുപിറുത്തതിന്, ഒന്ന് ചോദ്യം ചെയ്തതിന് ആഗ്നേയ സർപ്പങ്ങളെ അയക്കേണ്ട കാര്യമുണ്ടോ? 1 സാമുവൽ 15-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം പറയാണ്, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കും, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ മന്ത്രവാദം ചെയ്തിട്ടില്ല, ഞാൻ ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, എനിക്കല്പം പിടിവാശിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, എനിക്കല്പം മർക്കടമുഷ്ടി ഉണ്ടെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയാണ് 1 സാമുവേൽ 15:23 റിപ്പീറ്റ്, ഞാൻ ഒരിക്കൽ കൂടെ വചനം പറയാണ്, മാത്സര്യം, മത്സരിക്കുന്ന സ്വഭാവം അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ജയിച്ചേ അടങ്ങത്തുള്ളൂ. എൻ്റെ ഭർത്താവിനെ ഞാൻ തോൽപ്പിക്കും, എൻ്റെ ഭാര്യയെ ഞാൻ തോൽപ്പിക്കും, എൻ്റെ ചാച്ചനെ ഞാൻ തോൽപ്പിക്കും, എൻ്റെ അനുജനെ ഞാൻ തോൽപ്പിക്കും, എൻ്റെ പള്ളിയിലച്ഛനെ ഞാൻ തോൽപ്പിക്കും. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. ഈ സ്വഭാവത്തെ, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മന്ത്രവാദത്തെ കാണുന്നത് പോലെ ദൈവം മത്സര സ്വഭാവത്തെ കാണുന്നു. മർക്കടമുഷ്ടി, വാശി പിടിക്കുന്നത്, മിണ്ടാതെ നടക്കുന്ന സ്വഭാവം. ഭർത്താവിനോട് പിണങ്ങി 3 ദിവസം മിണ്ടാതിരിക്കുന്ന ഭാര്യയോട് പിണങ്ങി അടുത്ത മുറി പോയി കിടക്കുന്ന ദൈവവിശ്വാസിയായ ഭർത്താവേ, നിന്നെ ദൈവം വിളിക്കുകയാണ്. മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ പാപമാണ്. മന്ത്രവാദം പോലെയും വിഗ്രഹാരാധന പോലെയും ദൈവം ഇങ്ങനെയുള്ള പാപങ്ങളെ കാണുന്നു. അതിനാൽ ജഡ്ജ്മെൻറ്റ് കടന്നു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഭാവനയിൽ കണ്ടു നോക്കിക്കേ. മരുഭൂമിയിലൂടെ ജനങ്ങൾ മുന്നോട്ട് പോകുകയാണ്. 20 ലക്ഷം വരുന്ന ജനമാണ് പോകുന്നത്. പാമ്പുകൾ 4 ഭാഗത്തു നിന്നും വരികയാണ്. കടി തുടങ്ങി, ഓടിച്ചിട്ട് കടിക്കുകയാണ്. കടിയെന്ന് പറഞ്ഞാൽ കടിയാണ്. ഇവിടെ എല്ലാം നിലവിളി ഉയരുകയാണ്. 20 ലക്ഷത്തോളം ജനങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. കോട്ടയം ജില്ലത്തിന് 5 ലക്ഷം പേര് കാണുമോ എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. 20 ലക്ഷം വരുന്ന ജനങ്ങളെ സർപ്പങ്ങൾ 4 ഭാഗത്തു നിന്നും വന്ന് കടിക്കുകയാണ്. ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. 1 അല്ല 2 അല്ല 100 അല്ല 1000 മരിച്ചു വീണു. ചിലർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, ചിലർക്ക് ഭാര്യമാരെ നഷ്ടപ്പെട്ടു, ചിലർക്ക് മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ ഒക്കെ നഷ്ടപ്പെട്ടു. ജനങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങിയ സമയത്ത് ഇസ്രായേലിന് കാര്യം മനസ്സിലായി, ദൈവജനത്തിന് കാര്യം മനസ്സിലായി. അവർ മോശയുടെ പക്കൽ വന്ന് നിലവിളിച്ചു, പ്രവാചക, ഞങ്ങൾ ദൈവത്തിനെതിരായും അങ്ങേക്കെതിരായും പാപം ചെയ്തു പോയി, ഞങ്ങളോട് കരുണ കാണിക്കാൻ ദൈവത്തോട് പറയണമേ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് മാപ്പ് തരണമേ, ഞങ്ങൾ തെറ്റ് ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേൽ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി, അവർക്ക് വഴി പിഴച്ചുവെന്ന് മനസ്സിലായി. അവരവരുടെ മാർഗം തിരുത്തുവാൻ തയ്യാറായി. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, ദുഷ്ടൻ തൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങളൊന്നും അവനെതിരെ പരിഗണിക്കപ്പെടുകയില്ല. എന്തൊരു ദൈവമാണിത് നമ്മുടെ ദൈവം! എന്തൊരു കരുണയുള്ള ദൈവമാണ് പ്രിയപ്പെട്ടവരെ! മനസ്സലിവിൻ്റെ ദൈവമാണ്, സ്നേഹമാണ്. അവിടുന്ന് പറഞ്ഞത് കേട്ടോ, ദുഷ്ടൻ തൻ്റെ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള ഒരു ദുഷ്ടകൃത്യങ്ങളും അവനെതിരെ പരിഗണിക്കപ്പെടുകയില്ല. വീണ്ടും യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയാണ്, ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നോ? ഇല്ല, അവൻ ജീവിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് മനസ്സ് തുറന്നു കാണിക്കുകയാണ്. ദൈവം മനസ്സ് തുറന്ന് കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി, പഴയ നിയമത്തിലെ ദൈവത്തെപ്പറ്റി ആർക്ക് സംശയമൊന്നും വേണ്ട. ചിലർക്കൊരു ധാരണയുണ്ട്, ഈശോ ഒത്തിരി പാവമാണ്,
പിതാവായ ദൈവം ഒരു ഭീകരനാണ്, പരിശുദ്ധാത്മാവ് ഒരു പ്രാവിനെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്വത്തിൽ മൂന്നാളത്വമുണ്ട്. ഒറ്റ ദൈവം. ഐസ്, നീരാവി, വെള്ളം, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഒന്നിനെ തൊട്ടാൽ തണുപ്പ്, ഒന്നിനെ തൊട്ടാൽ കൈപൊള്ളിപ്പോവും, ഒന്നിനെ തൊട്ടാൽ നല്ല സുഖം. ഇത് മൂന്നും H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ ചേർന്നിരിക്കുന്നതാണ് H2O, വെള്ളം. ഐസും അത് തന്നെ, നീരാവിയും അത് തന്നെ. ഇതുപോലെയാണ് ദൈവം. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സത്തയിൽ ദൈവമാണ്, സ്നേഹമാണ്. എന്നാൽ 3 വിധത്തിൽ 3 ആളത്വങ്ങളിൽ അവിടുന്ന് പ്രവർത്തനനിരതമായിരിക്കുന്നു. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം കണ്ടോ? കർത്താവ് എസെക്കിയേൽ 18:23 ചോദിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, ദുഷ്ടൻ്റെ മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല, അവൻ ജീവിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 32-ാം സങ്കീർത്തനത്തിൻ്റെ തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. വേനൽക്കാലത്തെ ചൂട് കൊണ്ടുവന്നതുപോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. ദൈവമേ, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. വേനൽക്കാലത്തെ ചൂട് കൊണ്ടുവന്നതുപോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. പാപം ചെയ്ത ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി തീർന്നു, തകർന്നവനായി തീർന്നു. എന്നാൽ ഞാൻ എൻ്റെ പാപം ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നോട് ക്ഷമിച്ചു. ദൈവമക്കളെ, ഇസ്രായേൽ മക്കൾ പാപം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞു പോയി. ദൈവത്തിന് കരുണ തോന്നി, ദൈവം ക്ഷമിച്ചു. ദൈവത്തിന് സ്നേഹമായി, ദൈവത്തിന് സന്തോഷമായി. ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം പെട്ടെന്ന് മോശയോട് പറഞ്ഞു, മോശേ, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കുത്തി നിർത്തി ഉയർത്തിപ്പിടിക്കുക. പിച്ചള സർപ്പത്തെ നോക്കുന്നവരെല്ലാം ജീവിക്കുമെന്ന് ജനത്തോട് പറയുക. എന്താണ് ഈ പിച്ചള സർപ്പം? പ്രിയപ്പെട്ടവരെ, ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം 2 കൊറിന്ത്യർ 5-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുകയാണ്, നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റിയെന്ന്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് ജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് ജീവൻ ഉണ്ടാകുന്നതിന് മനുഷ്യപുത്രൻ ഇതുപോലെ ഉയർത്തപ്പെടണം. പിച്ചള സർപ്പത്തെ ഉയർത്തിയതിനാണ്? പാമ്പെന്ന് പറയുന്നത് വിഷത്തെ കാണിക്കുന്നു. ഈ വിഷമുള്ള പാമ്പിൻ്റെ രൂപമുണ്ടാക്കി ഉയർത്താൻ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അടയാളമാണ്. പരിശുദ്ധനായ ദൈവപുത്രനായ യേശു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപവിഷവും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അവൻ പാപമായി മാറി. പാപിയായി മാറിയില്ല, അവനിൽ പാപമില്ല. അവൻ പാപം ഏറ്റെടുത്തപ്പോൾ പാപമായി മാറി, വിഷം നിറഞ്ഞവനായി തീർന്നു, പാപവിഷം നിറഞ്ഞവനായി തീർന്നു. അങ്ങനെ അവൻ കുരിശിൽ ഉയർത്തപ്പെട്ടു. അവൻ വികൃതരൂപിയായി തീർന്നു. സൗന്ദര്യത്തിൻ്റെ ഉറവിടമായവൻ അടിയേറ്റ് വൈകൃതം നിറഞ്ഞവനായി മാറി. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. മുൾമുടി അണിഞ്ഞവനായി, രക്തമൊലിക്കുന്നവനായി, പാപം ഏറ്റെടുത്തവനായി യേശു കുരിശിൽ ഉയർത്തപ്പെട്ടു. ഇതിൻ്റെ അടയാളമായി ഇസ്രായേൽ ജനത്തിന് കർത്താവ് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിക്കൊണ്ട് പറയാണ്, ഇതിനെ നോക്കുന്നവൻ ജീവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയിട്ട് ആളുകളോട് പറയാൻ തുടങ്ങി, നിങ്ങളുടെ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും, നിങ്ങൾ പിച്ചള സർപ്പത്തെ നോക്കുക. ആദ്യത്തവൻ പറഞ്ഞു, എന്നെ പാമ്പ് അത്ര നന്നായിട്ടൊന്നും കടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് വലിയ സിംറ്റംസ് ഒന്നുമില്ല, തലവേദനയോ ഛർദിലോ ഒന്നുമില്ലെന്നേ, യാതൊരു കുഴപ്പമില്ല, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തവൻ മോശയോട് പറഞ്ഞു കാണും, എനിക്ക് ഈ മുത്തശ്ശിക്കഥയിൽ വലിയ വിശ്വാസമൊന്നുമില്ല, പാമ്പ് കടിച്ചാൽ ആൻറ്റിവനം കുത്തിവെക്കണം, വിഷത്തിനെതിരായിട്ടുള്ള മരുന്ന് കഴിക്കണം, അല്ലാതെ പിച്ചള സർപ്പത്തെ നോക്കാനൊക്കെ പറഞ്ഞത് ഒരു കഥയാണെന്നേ, ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, ബുദ്ധിയുള്ളവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എന്നെ ഇതൊന്നും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. മൂന്നാമത്തവൻ പറഞ്ഞു, പാമ്പ് കടിച്ചെടുത്തുനിന്ന് എനിക്ക് ഇക്കിളി വരുന്നു, ഇക്കിളി, നല്ല രസം, ഞാൻ നേരത്തെ ഇച്ചിരി വെള്ളം അടിക്കുമായിരുന്നു, നല്ല ലഹരിയായിരുന്നു, വെള്ളം അടിക്കുന്നതിനേക്കാൾ ലഹരിയാണെന്നേ പാമ്പ് കടിച്ചു കഴിഞ്ഞപ്പോൾ, നല്ല രസമുണ്ട്, ഈ ലഹരി എനിക്ക് അനുഭവിക്കണം. നാലാമത്തവൻ പറഞ്ഞു, എന്നെ 12 പാമ്പുകളാണ് കടിച്ചത്, അതുകൊണ്ട് ഇനി ആരെ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല, ഞാൻ ചത്തുപോയത് തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരായി അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം മരിച്ചു വീണു. എന്നാൽ ഇതിനിടയിൽ
മോശ പറഞ്ഞത് വിശ്വസിക്കാൻ ഒരു കൂട്ടം ജനം തയ്യാറായി. അവർ മോശയെ കണ്ണുമടച്ച് വിശ്വസിച്ചു. ഇത് മുത്തശ്ശിക്കഥയല്ല, ഇത് ദൈവത്തിൻ്റെ രഹസ്യമാണ്, ഇത് കുരിശിൻ്റെ പോഷത്വമാണ്, ഞങ്ങളിത് വിശ്വസിക്കാൻ തയ്യാറായിരിക്കുന്നു, ഞങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. അതാ കുറച്ച് മനുഷ്യർ പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരിശിലേക്ക് നോക്കി, ഈ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിലേക്ക് നോക്കി. ഉടനെ ജീവനൊഴുകി. അവർ വിളിച്ചു പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ മുറിവുകളിലേക്ക് എന്തോ വന്ന് നിറയുന്നു, ഇതാ തലച്ചോറിൽ ജീവൻ ഒഴുകുന്നു, അയ്യോ, രക്തം വന്നുകൊണ്ടിരുന്നത് ആ പിടിച്ചു നിന്നു, മൂക്കിക്കൂടെ വന്നുകൊണ്ടിരുന്ന രക്തം നിന്നു, വായിക്കൂടെ വന്നുകൊണ്ടിരുന്ന രക്തം നിന്നു, അയ്യോ, ശക്തി കടന്നു വരുന്നു, ഛർദ്ദിൽ നിന്നു, ഓക്കാനം നിന്നു, വയറ്റുവേദന നിന്നു, അയ്യോ, ഞങ്ങൾ സൗഖ്യമായി, ഞങ്ങൾ മരിക്കുന്നില്ല. അവർ ആ ക്യാമ്പ് മുഴുവൻ ഓടി നടന്നു പറഞ്ഞു, മക്കളെ, ഇത് സത്യമാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കാൻ കിടക്കുകയാണ്. വായിൽ നിന്ന് നൊരയും പതയും ഒക്കെ വരുന്നു. അവസാനത്തെ സ്റ്റേജായി. അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? കുഞ്ഞിൻ്റെ തല പിടിച്ച് ആ പിച്ചള സർപ്പത്തിൻ്റെ നേരെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ സർവ്വശക്തിയും എടുത്ത് കണ്ണു തുറന്ന് ആ പിച്ചള സർപ്പത്തെ ഒന്ന് നോക്കിക്കേ മോനെ, ഒന്ന് നോക്കിക്കേ. ആ കുഞ്ഞ് മരിക്കാൻ ഇനി ഒരു മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. എന്നാൽ ആ കുഞ്ഞ് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ കണ്ണങ്ങോട്ട് തുറന്ന് പിച്ചള സർപ്പത്തെ നോക്കി. കുഞ്ഞിലേക്ക് ജീവൻ ഒഴുകി വന്നു, കുഞ്ഞിലേക്ക് ശക്തി ഒഴുകി വന്നു. കുഞ്ഞ് പിടഞ്ഞെഴുന്നേറ്റു. അവിടെ മുഴുവൻ ഓടാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇതാ പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവിച്ചു. പഴയ നിയമത്തിൽ നോക്കുക, ജീവിക്കുക. പുതിയ നിയമത്തിൽ വിശ്വസിക്കുക, ജീവിക്കുക. പഴയ നിയമത്തിൽ നോക്കുക, ജീവിക്കുക. പുതിയ നിയമത്തിൽ ബിലീവ്, വിശ്വസിക്കുക, ജീവിക്കുക. 2, ഓരോരുത്തരും നോക്കണമായിരുന്നു. എനിക്ക് പകരം എൻ്റെ സഹോദരൻ നോക്കിയാൽ ഞാൻ ജീവിക്കത്തില്ല. എനിക്ക് പകരം എൻ്റെ സഹോദരി നോക്കിയാൽ ഞാൻ ജീവിക്കത്തില്ല. സഹോദരി നോക്കിയാൽ സഹോദരി ജീവിക്കും. എൻ്റെ അമ്മ നോക്കിയാൽ അമ്മ ജീവിക്കും. ഭാര്യ നോക്കിയാൽ ഭാര്യ ജീവിക്കും. ആർക്കും എനിക്ക് പകരം നോക്കാൻ പറ്റത്തില്ല. രക്ഷ ഇൻഡിവിജ്വലാണ്. വ്യക്തികൾ തന്നെ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം. യേശുവിൻ്റെ കുരിശിലേക്ക് ഓരോരുത്തരും നോക്കി അവരുടെ പാപങ്ങൾ ഏറ്റുപറയാൻ പഠിക്കണം. യേശുവിൻ്റെ രക്ഷ വ്യക്തിപരമായി സ്വന്തമാക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല വേറെ ഒന്നും ചെയ്യേണ്ടായിരുന്നു. ടോട്ടലി ഫ്രീ ആയിരുന്നു. ഒരു ചെലവുമില്ല. ആ പിച്ചള സർപ്പത്തെ നോക്കിയാൽ മതി. രക്ഷ സൗജന്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം അതിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള സൗജന്യമായ ഒരു സമ്മാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. താൻ കാൽവരി മലമുകളിൽ ഉയർത്തപ്പെടുന്നത് സകല മനുഷ്യർക്കും സ്വർഗം നേടിക്കൊടുക്കാനാണെന്ന് യേശു വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ രാഷ്ട്രത്തിലോ പെട്ട വ്യക്തി ആയിക്കട്ടെ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ, യേശുവേ, ഞാൻ ആ കുരിശിലേക്ക് നോക്കുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപമായി മാറിയവനെ. 2 കൊരിന്ത്യർ 5:21, നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ അവിടുന്ന് നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. നമ്മുടെ പാപം യേശു ഏറ്റെടുത്തിട്ട് യേശുവിൻ്റെ നീതിയുടെ സ്വഭാവം നമുക്ക് പകരം തരികയാണ്. ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ പാപം യേശു ഏറ്റെടുക്കുന്നു, യേശുവിൻ്റെ വിശുദ്ധി എനിക്ക് സമ്മാനമായിട്ട് വരുന്നു. നിങ്ങളുടെ പാപം യേശു ഏറ്റെടുക്കുന്നു, യേശുവിൻ്റെ നീതിയും വിശുദ്ധിയും തരുന്നു. നമ്മുടെ നരകം യേശു കുരിശിൽ അനുഭവിക്കുന്നു, യേശുവിൻ്റെ സ്വർഗം നമുക്ക് ദാനമായിട്ട് തരുന്നു. ഈ രക്ഷകനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? സ്വന്തമാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ പ്രാർത്ഥിക്കുക, യേശുവേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുരിശിൽ ചിന്തിയ രക്തം കൊണ്ട് എൻ്റെ പാപക്കറകളെ കഴുകണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് രക്ഷകനായി വരണമേ. എന്നിൽ നിറഞ്ഞു നിൽക്കണമേ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഹൃദയം തുറന്നു തരുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ഞങ്ങൾക്ക് പകരക്കാരനായി, രക്ഷകനായി. സ്വർഗത്ത് വരാൻ ഏക വഴിയായി, മാർഗമായി അവിടെ നിൽക്കുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ ചെല്ലുന്നില്ല. യേശുവേ, ഇതാ എന്നെ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ, എന്നിൽ നിറയണമേ, എന്നെ ഭരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.